സുഹൃത്തുക്കളെ, 1975 അടിയന്തരാവസ്ഥയുടെ വാർഷികത്തിൻ്റെ ഭാഗമായി RSS ജനറൽ സെക്രട്ടറി കൂടിയായ ദത്താത്രേയ ഹൊസബാലെ ഭരണഘടനയിൽ മതനിരപേക്ഷയും സോഷ്യലിസവും അടിയന്തരാവസ്ഥയിൽ ചേർത്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായി. ഇപ്പോൾ BR അംബേദ്കർ രചിച്ച ഭരണഘടനയുടെ ആദ്യഘട്ടത്തിൽ ഈ പദങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതിനാൽ ഇവ നീക്കം ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇത് ഹിന്ദുത്വ വൃത്തങ്ങളിൽ ഇത് ആദ്യമായിട്ടല്ല ഇത്ര ആവശ്യം ഉയരുന്നത്. ഇപ്പോൾ 2014 BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2015-26 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സർക്കാർ നൽകിയ പരസ്യത്തിൽ ഈ പദങ്ങളില്ലാത്ത ഭരണഘടനയുടെ ചിത്രമാണ് പ്രദർശിപ്പിച്ചതെന്ന് നാം ഓർക്കണം. ഇപ്പോൾ 1949 നവംബർ മാസത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഭരണഘടനയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പദങ്ങൾ ഒഴിവാക്കിയതെന്നായിരുന്നു അന്ന് അവർ പറഞ്ഞ വിശദീകരണം. ഈ വിഷയത്തിൽ വലിയ ചർച്ചകളുണ്ടായി. ഇപ്പോഴുള്ള ഭരണഘടനയിൽ നിന്ന് ഈ പദങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ കേസ് പോലും ഫയൽ ചെയ്യുകയാണ് ഉണ്ടായത്. 2024 നവംബർ 25 ഭരണഘടനയുടെ 75ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഈ പദങ്ങൾ ചോദ്യം ചെയ്യുന്ന നിരവധി ഹർജികൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. ഭരണഘടന തയ്യാറാക്കിയപ്പോഴത്തെ പ്രസ്താവനയിൽ ഈ പദങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രം അവയുടെ നിയമപരമായ സാധ്യത ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ രണ്ട് മൂല്യങ്ങൾ അംഗീകരിച്ചിരുന്നവരല്ല ഹിന്ദുത്വ ദേശീയവാദികൾ. ഇപ്പോൾ ഭരണഘടനാ സഭാ ചർച്ചകളിൽ പല നേതാക്കളും മതനിരപേക്ഷത വെട്ടിമാറ്റാൻ ശ്രമിക്കുമെന്നും അതിനെതിരെ നല്ല ജാഗ്രത വേണമെന്നും സർദാർ വല്ലഭായ് പട്ടേൽ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ദത്താത്രേയ ഹൊസബാലയുടെ വാദം ഭരണഘടനാപരമായി വളരെ ദുർബലമാണ്. കാരണം ഭരണഘടനയുടെ വ്യവസ്ഥകളിൽ തന്നെ ഈ പദങ്ങൾ ഉൾക്കൊള്ളുന്നു. ഉദാഹരണത്തിന്, അടിസ്ഥാന അവകാശങ്ങളായ ആർട്ടിക്കിൾ 25 മതപരമായ വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യം, ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉപവ്യവസ്ഥ 2A സെക്കുലർ എന്ന പദം നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇപ്പോൾ BJP തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ തുടർന്ന് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആദ്യം അവർ ഗാന്ധിയൻ സോഷ്യലിസം എന്നതിൽ നിന്ന് ആരംഭിച്ചു. പിന്നീടത് 1985 ഉപേക്ഷിച്ച് ജാതിക്രമം അടിസ്ഥാനമാക്കിയ ഇൻ്റഗ്രൽ ഹ്യൂമാനിസം എന്ന ആശയത്തിലേക്ക് ചേക്കേറി. ഇപ്പോൾ BJPയുടെ 2011 പാർട്ടി ഭരണഘടനാ പ്രകാരം പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി എന്നും ഭരണഘടനാപരമായി സ്ഥാപിക്കപ്പെട്ട ഇന്ത്യൻ ഭരണകൂടവും അതിൻ്റെ സോഷ്യലിസം, മതനിരപേക്ഷത, ജനാധിപത്യം എന്നീ സിദ്ധാന്തങ്ങളോടും സത്യസന്ധതയും വിശ്വാസം പുലർത്തുന്നു എന്നുള്ള പ്രസ്താവന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തിരുത്താൻ ആവശ്യപ്പെട്ടതായി ഇവരാരും പറഞ്ഞില്ല. കാരണം ഇതൊരു കപട തന്ത്രം മാത്രമാണ്. എന്നാൽ തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം മനുസ്മൃതിയെ അടിസ്ഥാനമാക്കി ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണെന്ന് RSS BJPയുടെ ആന്തരിക അജണ്ടയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. ഇപ്പോൾ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന അവസരത്തിൽ തന്നെ RSS മുഖപത്രമായ ഓർഗനൈസർ ഭാരതീയ ഭരണഘടനയെ വിമർശിച്ചു. ഭാരതത്തിൻ്റെ പുതിയ ഭരണഘടനയിൽ ഏറ്റവും മോശം കാര്യങ്ങളാണ്, അതിൽ ഭാരതീയതയുടെ ഒരു ചിഹ്നവും ഇല്ല എന്നുമാണ് അവർ വിമർശനം ഉന്നയിച്ചത്. അവരുടെ അതിപ്രിയമായ മനുസ്മൃതി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് അവർ ആക്ഷേപിച്ചിരുന്നു. ഹിന്ദുത്വവാദത്തിൻ്റെ സിദ്ധാന്തകൻ VD സർവേക്കർ പറഞ്ഞത്, വേദങ്ങൾക്ക് ശേഷം ഏറ്റവും ആരാധനാർഹമായ ഗ്രന്ഥം മനുസ്മൃതിയാണ്. അതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം. ഇന്നും കോടിക്കണക്കിന് ഹിന്ദുക്കൾ അനുസരിക്കുന്ന നിയമങ്ങൾ മനുസ്മൃതിയിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഭാരതത്തിൻ്റെ സംസ്കാരം സമന്വയ സംസ്കാരമല്ല, അത് ഒരേ വംശപരമായ സംസ്കാരമാണ്. ഇതെല്ലാം കണക്കിലെടുത്ത് ഭരണഘടനയിൽ മാറ്റം വേണം എന്നാണ് RSS മേധാവായ രാജു ഭയ്യ 1993 പ്രസ്താവിച്ചത്. 1998 NDA സർക്കാരായി BJP അധികാരത്തിൽ വന്നു. വെങ്കിടചെല്ലയ്യ കമ്മീഷനെ നിയോഗിച്ച് ഭരണഘടന പുനർപരിശോധിക്കാൻ ശ്രമിച്ചു. വർദ്ധിച്ച ജനവികാരം കണക്കിലെടുത്താണ് ആ പരിശ്രമം അവർ ഉപേക്ഷിച്ചത്. ഇന്ത്യൻ ഭരണഘടന പാശ്ചാത്യ മൂലങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. അതിന് പകരം ഹിന്ദു ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ആധാരമായ പുതിയ ഭരണഘടന വേണം. 2000 RSS മേധാവിയായ K സുദർശൻ പറഞ്ഞതാണിത്. BJP നേതാവ് അനന്തർഹുവ ഹെഗ്ഡെ പറയുന്നു, ഭരണഘടന മാറ്റാൻ വേണ്ടി തന്നെയാണ് BJP അധികാരത്തിൽ എത്തിയിട്ടുള്ളത്. ഇപ്പം 2024 തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 400 സീറ്റ് നേടി അധികാരത്തിലെത്തിയാൽ ഭരണഘടന മാറ്റുമെന്ന പ്രഖ്യാപനം BJP നേതാക്കളിൽ നിന്ന് നിരന്തരം കേട്ടിരുന്നു. തന്ത്രപരമായി നരേന്ദ്രമോദി തന്നെ സ്വയം പറഞ്ഞു പബ്ലിക്കായി, അംബേദ്കർ സ്വയം വന്നാലും ഭരണഘടന മാറ്റാനാകില്ല. ഇതിനോടൊപ്പം പ്രതിപക്ഷം രാഷ്ട്രീയ പ്രചരണത്തിൽ ഭരണഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്യാമ്പയിൻ സംഘടിച്ചപ്പോൾ RSS BJP അതിനെതിരെ പ്രതികരിച്ചില്ല. മോദിയാണെങ്കിൽ തന്ത്രപരമായി ഭരണഘടനയെ പ്രണാമം അർപ്പിക്കുകയാണ് ചെയ്തത്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഭരണഘടനയുടെ മതനിരപേക്ഷതയും സാമൂഹ്യനീതിയും വിഴുങ്ങാനുള്ള നിരന്തരമായ നീക്കമാണ് ഹിന്ദുത്വവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹൊസബാലയുടെ പ്രസ്താവന. ഈ നീണ്ട വഴിയിലുള്ള മറ്റൊരു പരീക്ഷണം മാത്രമാണ്. മതനിരപേക്ഷതയും ജനാധിപത്യവും തകർക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്രത്തെ ലക്ഷ്യമാക്കിയുള്ള
പരമ്പരാഗത നീക്കത്തിൻ്റെ ഒരാവർത്തനമായിട്ടേ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും നമുക്ക് കാണാനാവും. അതുകൊണ്ട് കൂടുതൽ ജാഗ്രതരായി ഇരിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇന്ത്യൻ ജനത നടന്നു പോകുന്നത്. മതനിരപേക്ഷ സമൂഹം ഇതിനെതിരെ സദാ ജാഗ്രതയായിരിക്കാനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം.